എല്ലാത്തിനെയും സ്വീകരിക്കും, എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ഇത് ഇപ്പം നമ്മൾ എല്ലാം അറിയുന്ന ആൾക്കാരല്ലല്ലോ. ഞാൻ ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്ന പോസിറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ നോബഡി എന്ന് പറയുന്നത് ഒരു ആർക്കിൽ വർക്കാവുന്ന സാധനമല്ല. നോബഡി ഒരാളെ ഹീറോയെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അയാളൊരു സംബഡി ആവുന്നിടത്താണ് എൻ്റെ എലിവേഷനും ഈ പറയുന്ന ഒരു കമേഴ്ഷ്യൽ എലിവേഷൻ എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. ഇനിയൊരു യുണീക്ക് പടം ചെയ്യേണ്ടെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. കുറച്ചും കൂടെ ഒരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യാം എന്ന് ആലോചിച്ചിറങ്ങിയതാണ്. ആ പൊളിറ്റിക്കൽ സെറ്ററിലേക്ക് കടന്നതാണ് ആളുകൾക്ക് സ്ലോ ആയിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ റോഷാക്കിനും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിവ്യൂസ് ആണ് ഞാൻ നേരിട്ടത്. വേറെ പീപ്പിൾ എന്താ പറയുക, എനിക്ക് 0 റിവ്യൂസ് തന്ന 0 ഔട്ട് ഓഫ് 10 റിവ്യൂസ് തന്നതും 20 ഔട്ട് ഓഫ് 10 റിവ്യൂസ് തന്നതും കിട്ടിയിട്ടുണ്ട്. Actually, Nizam is a taskmaster. Every day he'll put something. நம்மளுக்கு அது நைட்டு ஃபுல்லாக எப்படி எடுக்க போகிறோங்கிறது அது எல்லா சீன்ஸ்லையுமே இருக்கும். அண்ட் அதுதான் எக்ஸைட்டும் பண்ணும். റോഷാക്ക് ചെയ്തപ്പം ഒരു 2 ആഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞ് മമ്മൂക്ക പറഞ്ഞിരുന്നു, ഇന്നാണ് എനിക്ക് സംസാരിക്കാൻ ഒരു ഡയലോഗ് തന്നതാണ്. അത് മനഃപൂർവ്വമല്ല, കാരണം ലൂക്ക് സംസാരിക്കുന്ന ആളല്ല. ആർഗ്യുമെന്റ് ഫ്രീ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു കൊളാബറേഷൻ ഇല്ല. നോബഡിയുടെ കാര്യത്തിൽ ആക്ച്വലി സെക്കൻഡ് ഹാഫ് തന്നെ നമുക്കൊരു 4 സെക്കൻഡ് ഹാഫ് ഉണ്ടായിരുന്നു. ഐ നോബഡിയെ കുറിച്ച് സംസാരിക്കാൻ സംവിധായകൻ നിസാം ബഷീർ, DOP ദിനേശ് പുരുഷോത്തമൻ, തിരക്കഥാകൃത്ത് സമീർ അബ്ദുൾ. സമീറാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിൽ വരുന്നെന്ന് തോന്നുന്നല്ലേ. അപ്പൊ സമീറിൽ തുടങ്ങാന്ന് വെച്ചാൽ സമീർ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ജാമ്യം സമീറിനോട് കുറച്ച് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ഇന്റർവ്യൂ ഞാൻ സമീറിനോട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമീർ ഒരു യുണീക്ക് കോൺസെപ്റ്റിലാണ് സിനിമ വർക്ക് ചെയ്യുന്നത്. അതിപ്പം ഓമനക്കുട്ടനാണെങ്കിലും ഇബിലീസ് ആണെങ്കിലും റോഷാക്ക് ആണെങ്കിലും ഈ സിനിമയാണെങ്കിൽ ഒരു 4th ഫിലിമാണ്. ഐ നോബഡി എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഫസ്റ്റ് തോട്ട് എന്താ ശരിക്കും? ആക്ച്വലി നമ്മൾ റോഷാക്ക് ചെയ്യുന്ന സമയത്താണ് ഇനിയൊരു യുണീക്ക് പടം ചെയ്യേണ്ടെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. കുറച്ചും കൂടെ ഒരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യാം എന്ന് ആലോചിച്ചിറങ്ങിയതാണ്. അപ്പോൾ അന്ന് വെറുതെ, അതായത് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഐഡിയാസൊന്നും ആ രീതിയിൽ വർക്കാവാത്തത് കൊണ്ട് എന്നാൽ ഒരു ആക്ഷൻ പടം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആക്ഷൻ ഒരു ട്രെൻഡായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഫാമിലി എലമെൻറ്റ്സിലേക്കും സോഷ്യോ പൊളിറ്റിക്കൽ എലമെൻറ്റ്സിലേക്കൊക്കെ പോയപ്പം ഈ ഒരു യുണീക്നെസ് വന്നതാണ്. ബേസിക്കലി അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. ഫസ്റ്റ് തോട്ട് ഐഡിയ ഒരു ക്രൈം, അതൊരു റോബറി ആവാം എന്തോ ആവാം, ഒരു മെറ്റഫർ പോലെ ഒരു ക്രൈം സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു നോബഡിയെ കൊണ്ട് പ്ലേസ് ചെയ്താൽ അവിടെ നിന്ന് അയാളെ പിന്നാലെ അയാളെ ഫോളോ ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോൺഫ്ലിക്ട്സ് ആണ് ആക്ച്വലി നമ്മൾ സെർച്ച് ചെയ്തത്. അത് ഞങ്ങളെ ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ അത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു പുതുമയായിരിക്കും, കാരണം ഒരു സൈക്കോളജിക്കൽ റോഷാക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു പ്രോസസ്സിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു ബേസിക്കലി. അങ്ങനെയാണ് ഐ നോബഡിയിലേക്ക് എത്തിയത് ബേസിക്കലി. നിസാം നോക്കിയാൽ നിസാമിനെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കാത്ത ഒരാളാണ്. പക്ഷേ നമ്മൾ ഈ സിനിമ നോക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിലെവിടെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം, അശോകേട്ടൻ്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇതൊരു റോഷാക്ക് ഷെയ്ഡ്, അതായത് നമ്മൾ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തു പോകും, പക്ഷേ സിനിമ ട്രാക്കിലല്ല. ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ നോബഡി എന്ന് പറയുന്നത് ഒരു ആർക്കിൽ വർക്കാവുന്ന സാധനമല്ല. നോബഡി ഒരാളെ ഹീറോയെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അയാളൊരു സംബഡി ആവുന്നിടത്താണ് എൻ്റെ എലിവേഷനും ഈ പറയുന്ന ഒരു കമേഴ്ഷ്യൽ എലിവേഷൻ എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. ഉറപ്പായും റോഷാക്ക് നിങ്ങളൊരു നിഷ് ഓഡിയൻസിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഒരു കൈൻഡ് ഓഫ് മിക്സഡ് റെസ്പോൺസ് ഫാക്ടർ ഉണ്ട്. എന്തായിരുന്നു നോബഡി എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലുള്ളൊരു ഡിസൈനും ഐഡിയ? ഡിസൈൻ പ്രൈമറിലി ഇത് തന്നെയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടം, ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ എടാ നമുക്കൊരു ബാങ്ക് റോബറി പടം ചെയ്യാടാന്ന് തന്നെയാണ് ഞാൻ ഇവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. അതെ. അപ്പോൾ ഈ ബാങ്ക് റോബറിയെ എങ്ങനെ വേറെ രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടത്തെ എങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കഥയിലൂടെ പറയാം എന്നുള്ള ചിന്തയിൽ ഇവൻ വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇവൻ്റെ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ ഇതിൽ നല്ലൊരു ഫാമിലി ഡ്രാമ ഒരു എപ്പിസോഡ് ഇവൻ കയറ്റി. വൈ രാജീവൻ വെൻ ടു ദിസ് ബാങ്ക്, അല്ലെങ്കിൽ ഹൗ ഹി ഗെറ്റ് ഇൻവോൾവ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്ക് ഇവൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻ കൊണ്ടുവന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ അതുമൂലം അങ്ങനെ ഒരാൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ പിന്നത്തെ ഒരു 3rd എപ്പിസോഡിൽ വന്നപ്പോൾ ഈ ഒരു സമൂഹവും നമ്മുടെ സിസ്റ്റവും ഇയാളെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൊണ്ടുവന്നു. അപ്പോൾ പതിയെ ഈ പറയുന്ന ഒരു കമേഴ്ഷ്യൽ ഫാക്ടറിയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ചെയ്യാന്നുള്ളൊരു ഫാക്ടറിയിൽ നിന്നിട്ട് നല്ലൊരു ബാക്ക് ബോൺ ഇതിനുണ്ടായി വന്നു.
പിന്നെ ഇതിനെ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഉള്ളതാണ് ആലോചിച്ചത്. പിന്നെ ആ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മീഡിയ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സ് സിസ്റ്റം ഇതൊക്കെയാണ് ഇയാൾ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളി വിട്ടതെങ്കിൽ അവരിലേക്കൊരു എന്താ പറയുക ഒരു പോയിന്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതും നമ്മുടെ കൺസ്യൂമേഴ്സ്, ഈ ജനങ്ങൾ എന്ന് പറയുന്ന കൺസ്യൂമേഴ്സ്, ഹൗ ആർ വി കൺസ്യൂമിങ് ഓൾ ദിസ് എന്നുള്ളൊരു അവസ്ഥ തുറന്ന് കാണിക്കാനുമാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ശ്രദ്ധിച്ചത്. പിന്നെ മനഃപൂർവ്വമായിട്ടുള്ളൊരു തോട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹീറോ പുള്ളിയുടെ നോബഡി ലൈഫിലേക്ക് തിരിച്ച് വരുന്നതിലൂടെ തന്നെ ഇയാൾ മൂലമായിരിക്കണം ഇത് സംഭവിക്കേണ്ടത്, ഇയാളുടെ ഒരു ആക്ഷൻ്റെ കൂടെ ആയിരിക്കണം ഇത്, ഇയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മൂലമായിരിക്കണം ഇത് സംഭവിക്കേണ്ടത് എന്നുള്ളൊരു തോട്ടിലുള്ള മനഃപൂർവ്വമായ തീരുമാനത്തിലാണ് സെക്കൻഡ് ഹാഫ് രൂപപ്പെട്ടത്. അങ്ങനെയാണ് നോബഡിൻ്റെ. രാജീവൻ ഇപ്പോൾ പൃഥ്വിയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പം റൊഷാക്കിൽ മമ്മൂക്കയെ യൂസ് ചെയ്ത് ഞാനൊരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ മുതൽ പുള്ളി ചിരിക്കാതിരിക്കുന്ന കാര്യങ്ങൾ മുതൽ നമ്മൾക്ക് എവിടെയോ ഒരു നിഗൂഢത അതിങ്ങനെ റിവീൽ ചെയ്ത് വരുന്നു എന്നുള്ളിടത്താണ് അത് പതുക്കെ പിടികിട്ടുന്ന വിധത്തിലാണല്ലോ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു മൊമെൻറ്റിലാണ് രാജീവൻ്റെ ചിരി പ്ലേസ് ചെയ്യുന്നത് മകളോടുള്ള, ഞാൻ ഇതാ പോർഷൻ എന്ന് പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇനീഷ്യൽ റൈറ്റിങ്ങിൽ ഒരു ഫുൾ സെറ്റ് ചെയ്ത് വെച്ച സ്ക്രിപ്റ്റിൽ ചെയ്തെടുക്കുന്നതാണോ, ഒരു ആക്ടർ കൂടി ഓൺ ബോർഡ് ആകുമ്പോൾ നിങ്ങളത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നതാണോ? ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ഉള്ളത് തന്നെയാണ്. ഞാൻ ഇവനും വർക്ക് ചെയ്ത് തീരുമാനിച്ചെടുക്കുന്ന ഇത് തന്നെയാണ്. ആക്ടറും കൂടി ഓൺ ബോർഡ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ബോഡി ലാംഗ്വേജും മാനറസ് ഒക്കെ ആ രീതി അതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. ബോഡി ലാംഗ്വേജും മാനറസും ഒക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഇതൊരു ടീം വർക്കാണ്. ഞാനിതിനെ ഒരു ടീം വർക്കായിട്ടാണ് കാണുന്നത്. ഈ ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ ഞാനും ഇവനും തമ്മിൽ ഡിസൈഡ് ആയിട്ട് ഒരു സീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിനേശിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ ADസിൻ്റെ അടുത്താണെങ്കിലും നമ്മളൊരു ഡിസ്കഷൻ ഇരിക്കാറുണ്ട്. എൻ്റെ ADs എല്ലാവരും ഇത് അവരവരുടെ സിനിമ പോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ടും ഡിസ്കസ് ചെയ്യും. ഈ ആർട്ടിസ്റ്റിൻ്റെ എല്ലാവരുടെയും ഒരു മിഡിൽ ഗ്രൗണ്ടാണ് നമ്മൾ എത്തുന്നത്. ഇതിൽ ടീമിൽ ഇൻവോൾവ് ആവുന്ന ഒരു മിഡിൽ ഗ്രൗണ്ടാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ എല്ലാവരിൽ നിന്നുള്ള സജഷൻസ് എടുത്തിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പറയില്ല, ഇപ്പം സിനിമയുടെ ലെങ്ത്ത് പലപ്പോഴും ലെങ്ത് ആൻഡ് പേസിലാണല്ലോ ആളുകളെ സംബന്ധിച്ചോളം. ആളുകളുടെ ഒരു 2 ലൈൻ റിവ്യൂ വരുമ്പോഴും ലെങ്ത്തും പേസും ആണ് മാറ്റർ ചെയ്യുന്നത്. റൊഷാക്കിൻ്റെ ടൈം നോക്കി കഴിഞ്ഞാൽ റൊഷാക്ക് പെട്ടെന്ന് തീർന്നു എന്നുള്ള രീതിയിലുള്ളൊരു ലെങ്ത് ഫീൽ ചെയ്യും. ഇവിടെ നിങ്ങൾ 2:48 എന്ന് പറയുന്ന ഒരു ദൈർഘ്യം സ്വാഭാവികമായിട്ട് ആളുകൾ ചെയ്യുമ്പോൾ ഇതൊരു നീളക്കൂടുതലല്ലേ എന്ന് ചിന്തിക്കുന്ന സാധനം. ഉറപ്പായും ഇതിൻ്റെ ഒരു റിവ്യൂ പാർട്ടിൽ ആളുകൾ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നതും ഇതിൻ്റെ ലെങ്ത്താണ്. ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ജോണർ മിക്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ റൊഷാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ജോണർ സ്പെസിഫിക് ആയിട്ട് ചെയ്ത സിനിമയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഒരു ആക്ഷൻ ഇതിൽ ആരംഭിച്ചിട്ട് എനിക്കിതിൽ റെലവൻ്റ് ആയിട്ട് തോന്നിയത് രാജീവൻ്റെ ഫാമിലിയും രാജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതും ഇതാര് മൂലം രാജീവൻ അനുഭവിക്കുന്നു, അപ്പോൾ അവർക്കെതിരെ എങ്ങനെ നമുക്കിതിൽ സിനിമയിലൊരു പോയിന്റ് കൊണ്ടുവരാം എന്നുള്ളതിനാണ് ഞാൻ പ്രോമിനൻസ് കൊടുത്തത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ച സൈക്കോളജിയിൽ നിന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് വരേണ്ടി വരും ഈ പോയിന്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ആളുകൾ പറയുന്ന ഒരു റിവ്യൂ വെച്ചിട്ട് നോക്കുമ്പോൾ ജോണർ മിക്സിംഗ് ആണ് ഒബ്വിയസ്ലി ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ഒരു ക്രൈം ആക്ഷൻ ത്രില്ലറിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് രാജീവൻ ഇത് അനുഭവിച്ചു എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സെക്ടറിലേക്ക് കടക്കേണ്ടി വരും. അത് കാരണം സിസ്റ്റമാണ് രാജീവനെ അങ്ങനെ ആക്കിയേക്കുന്നത്. ആ പൊളിറ്റിക്കൽ സെക്ടറിലേക്ക് കടന്നതാണ് ആളുകൾക്ക് സ്ലോ ആയിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഫസ്റ്റ് ഹാഫിന്റെ ഒരു സൈക്കോളജി ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പോസ്റ്റ് റോബറി സീനിന്റെ പേസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ഫിനാലെ ക്ലൈമാക്സ് ലാസ്റ്റ് ആക്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു പേസ് ആണ്. എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ആക്ടിൽ വരുന്ന പേസ് എന്ന് പറയുന്നത് ഒരു സ്ലോ ഓപ്പണിങ്ങിന്റെ അത് മെല്ലെ 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 വന്നൊരു ഫിനാലയിലേക്ക് പോകുന്നത് ഒരു റിവേഴ്സ് മെത്തേഡാണ് ഇതാക്കിയത്. തുടക്കം തന്നെ നല്ല ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച സൈക്കോളജിക്കൽ ആൾക്കാർ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പേസ് ഒന്ന് തിരിച്ചാണായിരുന്നെങ്കിൽ ആളുകൾ കൺവിൻസ് ആയേനെ. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സൈക്കോളജി ആണ് ആളുകൾ ആ സൈക്കോളജിയിലേക്ക് കടന്നു കഴിയുമ്പോൾ അയ്യോ പിന്നെ എന്താണ് ഇങ്ങനെയെന്നുള്ളതാണ് തോന്നിയത്. അത് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തതാണ്.
ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇസ് ഡാം ഗുഡ്, സെക്കൻഡ് ഹാഫ് ഇസ് ഗുഡ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ റോഷാക്കിനും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിവ്യൂസ് ആണ് ഞാൻ നേരിട്ടത്. വേർ ആർ പീപ്പിൾ എന്താ പറയുക, എനിക്ക് 0 റിവ്യൂസ് തന്ന, 0 ഔട്ട് ഓഫ് 10 റിവ്യൂസ് തന്നതും 20 ഔട്ട് ഓഫ് 10 റിവ്യൂസ് തന്നതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് നോട്ട് ന്യൂ ഫോർ മീ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ദിനേശ്, എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള കൊളാബറേഷൻ വരുന്നത്? മഹാരാജ എന്തായാലും മറ്റേ ചൈനക്കാർ കൂടി കണ്ടു തുടങ്ങിയതിന് ശേഷമായിരിക്കില്ല, മഹാരാജ പോലുള്ളൊരു ഗ്രാൻഡ് ഹെവി സക്സസിന് ശേഷം മലയാളം, அதில் എന്തായിരുന്നു മലയാളത്തിലേക്കുള്ള ഒരു ஓப்பனிங் ஃபேக்டர்? ஃபஸ்ட்டு சாரதி சார் கால் பண்ணியிருந்தாங்க போன மார்ச் ஐ திங்க். ஸோ அவங்க கேட்கும் போது இந்த மாதிரி ரோஷாக் டைரக்டரோட ஒரு படம் இருக்குது. ஸோ ஈ செட் தட். நான் இமிடியட்லி ஐ செட் எஸ். ஸோ அப்படி ஸ்டார்ட் ஆன படம் தான். சோரின்னு கேட்கணும் கேட்கல. அதுக்கப்புறம் கேட்டில்ல, நான் பண்ணுறேன்னு சொல்லிட்டு கேட்ட படம் தான் அது. ஸோ வெரி ஹாப்பி அபவுட் தட் ஃபிலிம். ஏன்னா எனக்கு சமீர் தான் நரேட் பண்ணாங்க. எனக்கு ரொம்ப பிடிச்ச ஒரு படம். நான் மலையாள படம் ஸ்டார்ட் பண்ணணும் இல்லை, எனக்கு ஒரு டெஸ்பிரேஷன் இருந்தது. நான் டு பி வெரி ஃப்ரேங்க், எனக்கு நல்ல படம் பண்ணணும்னு ஆசை. ஸோ அந்த டைமில் நான் பண்ணிகிட்டு இருந்த படத்தில் எனக்கு ஒரு சின்ன பிரேக் வேணும். ஸோ அப்போ சாரதி சாரோட கால் வந்து எனக்கு ரொம்ப முக்கியமான காலாக இருந்தது. நான் இன்றைக்கி வரைக்குமே அதுதான் கரெக்டுன்னு நம்புகிறேன். ஸோ மீன்வைல் நான் நிறைய இன்வைட்டில் இருந்த எல்லா ப்ராஜெக்ட்ஸையும் தவிர்த்தும் எனக்கு ஐ நோபடி ரொம்ப பர்சனல் ஃபிலிம். നമ്മൾ ഈ DOP പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു 3-4 സിനിമയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു സിനിമയിൽ കാണുന്ന പോലെയാണ്. ബസ് ഫൈറ്റ്, ലെങ്തി ബസ് ഫൈറ്റ്, ചേസിങ്, ഈ പറയുന്ന ഈ ഗവൺമെൻറ് ഓഫീസിനകത്തുള്ള ഇത് മൊണ്ടാഷസ്, ഇതൊക്കെ വരുന്ന കുറേ ഒരുപാട് എക്സ്പെരിമെൻ്റൽ ഫാക്ടർ ആസ് എ DOP എന്നുള്ള രീതിയിൽ. I didn't see anything from this, whatever you said. எனக்கு இதில் இது பேஸ் எமோஷன் ரொம்ப பிடிச்சிருந்தது. he had very பர்சனலாக எனக்கு இந்த கதை ஃபஸ்ட்டு ஸ்டார்ட் பண்ண மொமெண்ட்டே ரொம்ப பிடிச்ச மொமெண்ட். ஒய் இஸ் கோயிங் டு ராஜீவன். எனக்கு அந்த எமோஷனை வந்து நம்ம கமர்ஷியல் படம் நிறைய கேட்போம். வி ஹர்ட் ஸோ மெனி ஸ்கிரிப்ட்ஸ். நம்ம நிறைய, ஆனால் அந்த மாதிரி யாரும் ஸ்டார்ட் பண்ணல. ஒரு பெரிய ஹீரோ படம் இப்படி ஒரு எக்ஸ்பெக்டே பண்ணல. அதுலேயே ஐ எம் ஃப்ளாட்டட். எனக்கு அது போதும். அண்ட் டுவர்ட்ஸ் இன்டர்வல் வாக் வரைக்குமே எனக்கு ரொம்பவும் இன்ட்ரெஸ்டிங்காக இந்த ஸ்கிரிப்டோட ஸ்ட்ரக்சர் இருந்தது. அண்ட் செகண்ட் ஹாஃப் அதை லீட் பண்ணுச்சு. ஸோ இது எல்லாமே அதுக்கப்புறம் நடந்தது தான். பஸ் ஃபைட்டோ இல்லை இதுவோ அதுக்குள்ளே இருக்கிற சீன்ஸ் தான். ஸோ அது எக்ஸைட் பண்ணுச்சான்னா இல்லை. இந்த தீம் ஆஃப் த ஃபிலிம் இஸ் எனக்கு ரொம்ப பிடிச்சிருந்தது. ஸோ கேட்கும்போது ரொம்ப എക്സൈറ്റിംഗ് ആയിരുന്നു. നിസാം, ഒരു കാര്യമുള്ളത്, ഇപ്പം ആസിഫിനെ കെട്ടിയോളാണ്ടിൻ്റെ മാലകയിൽ നോക്കുമ്പോഴും റോഷാക്കിൽ മമ്മൂക്കയെ നോക്കുമ്പോഴും അവർ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ തൊഴിലോ അല്ലെങ്കിൽ രീതിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആസ് എ പെർഫോമർ എന്നുള്ള രീതിയിൽ അവരെ ഏതെങ്കിലും തരത്തിൽ റീഇൻവെൻറ്റ് ചെയ്യാനുള്ളൊരു ഇത്, ഇപ്പം ഒരാൾ മാത്രമല്ല, ഇപ്പം അതിൽ ജഗദീഷ് ചേട്ടനാണെങ്കിൽ മറ്റ് ഉപകഥാപാത്രങ്ങളായി വരുന്നവർ പോലും അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. നിസാം ആസ് എ വ്യൂവർ ഇവരുടെ തന്നെ കുറേ ക്യാരക്ടർ കണ്ടിട്ടുണ്ടാവും. ഇവരിൽ നിന്ന് പുതിയതായിട്ട് എന്ത് പെർഫോമൻസിൽ എടുക്കാമെന്നുള്ള. ഇപ്പം എനിക്ക് ഇതിൽ രാജുവിൻ്റെ ഒരു സട്ടിൽ വേ, അതിനൊപ്പം തന്നെ രാജീവ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ഡബ്ബിങ് എനിക്ക് ഭയങ്കര രസമായി തോന്നി. നമ്മൾ ഒരുപക്ഷെ എവിടെയോ പല സിനിമകളിൽ കണ്ടിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരു ഡബ്ബിങ് രീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോൾ ഇത് നമ്മളിപ്പോഴും ഇതിൽ സിംഗ് സൗണ്ടിലാണോ വർക്ക് ചെയ്തതെന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ ഓരോ സിനിമ കണ്ടിട്ട്. അപ്പം മമ്മൂക്ക് എപ്പോഴും കൺവീനിയൻ്റായി പറയാറുണ്ട് ചില സിനിമ ലൈവ് സൗണ്ട് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ച്. ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മീറ്റർ, അങ്ങനെ അതായത് അതിൻ്റെ ഒരു മീറ്ററും മാറ്ററും എന്തായിരുന്നു? ഇത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നിട്ട് നമ്മുടെ ക്യാരക്ടറിനെ എങ്ങനെ മാറ്റി നിർത്താം, അത് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടി തന്നെ അവർക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഒരു കാര്യങ്ങളുണ്ട്. ആ കമ്മ്യൂണിക്കേറ്റ് ആവുന്ന കാര്യങ്ങൾ അവരും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് ഈ പെർഫോമൻസ് ജെന്യുവനായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഞാനും ഇവനും ഇപ്പോൾ മമ്മൂക്കയുടെ കേസിലാണെങ്കിലും രാജീവിൻ്റെ കേസിലാണെങ്കിലും മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും കൂടി മനസ്സിലാവുന്ന എന്താണോ ആ മിഡിൽ ഗ്രൗണ്ട് പിടിച്ചിട്ടാണ് രാജീവിനിലേക്ക് വരുന്നതും ലൂക്കിലേക്ക് വരുന്നതും ആസിഫിൻ്റെ സ്ലീവാച്ചനിലേക്കും വന്നതും ഒക്കെ. പിന്നെ ഈ പെർഫോമൻസ് മീറ്ററുകളിൽ ഈ എക്സാജറേഷൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് അത് വേണ്ട,
നമുക്കിത് ഇത്രയും മതി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഹ്യൂമനൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലാതെ പെർഫോ കാണാറില്ല. ജെന്യൂനിറ്റി എവിടെയാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് നമ്മൾ മോണിറ്റർ നോക്കുമ്പോഴും. അതായത് എത്രത്തോളം രാജീവനായിട്ട് റിലേറ്റബിൾ ആവുന്നത് എന്താ അങ്ങനെ നോക്കുക. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഡബ്ബിംഗ് പാർട്ട്, ഞാൻ ഈ 3 ക്യാരക്ടർ വെറുതെ എടുക്കാൻ 3 ലീഡ് ആക്ടറിൻ്റെ ഡബ്ബിംഗ് പാർട്ടിൽ നിങ്ങൾ വേറെ തന്നെ ഒരു ഇത് അപ്ലൈ ചെയ്തത്. സിംഗ് സൗണ്ട് ആണ് എല്ലാം. സ്ലീവാച്ചിന്റെ മാത്രമായിരുന്നു ഡബ് ചെയ്തത്, നമ്മൾ കംപ്ലീറ്റ് ഡബ് ചെയ്തത്. നോബഡി സിംഗ് സൗണ്ട് ആണ്. മോസ്റ്റ് ഓഫ് ദ പോർഷൻ സിംഗ് സൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയില്ലേ, നമ്മൾ മോണിറ്റർ നോക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഒരാൾ അഭിനയിച്ച് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ആവും. ജെന്യൂനായിട്ട് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ആവും. അപ്പോൾ ഞാൻ ഹൗ ഐ ഫീൽ വൈൽ വാച്ചിങ് ദ മോണിറ്റർ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് നമ്മുടെ സ്ക്രിപ്റ്റുമായിട്ടുള്ള സീനിൽ ആ ലൈൻ പറയുമ്പോൾ നമുക്കത് ജെന്യൂനായിട്ട് ഫീൽ ആവുന്നുണ്ടോ, റാദർ ദാൻ ഒരു ആൾ നിന്ന് പെർഫോം ചെയ്യുന്നതിനേക്കാളും നമുക്കത് ജെന്യൂനായിട്ട് ഫീൽ ആവുന്നുണ്ടോ, ആ ലൈൻ നമ്മളിലേക്ക് റീച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിൽ വേറൊരു രീതി നോക്കുകയാണെങ്കിൽ ഈ ഫൈറ്റ് കൊറിയോ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കമേഴ്ഷ്യൽ എലിവേഷൻ പോലെ തന്നെയാണ്. ഇപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ വേറൊരു തരം സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലിഫ്റ്റ് ഫൈറ്റ്, അപ്പോൾ അതൊരു കമ്പോസ് ചെയ്ത് അങ്ങനെ തന്നെ ഇത് ഇവിടെ ചെയ്താൽ കിട്ടുന്ന ഒരു യുണീക്ക് ഇമ്പാക്റ്റ് കരുതിയിട്ടായിരിക്കുമല്ലോ ആ ഫ്ലാറ്റ് ടു ലിഫ്റ്റ് വരെയുള്ള സാധനം. ബസ് ഫൈറ്റ് നമുക്കറിയാം, അതിന് നേരെ തന്നെ ഹിൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ക്യാരക്ടർ നേരത്തെ വന്നിട്ട് അതിൽ പല സ്ഥലത്ത് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഓഡിയൻസിന് പെട്ടെന്നൊരു സർപ്രൈസാണ്. നോക്കുകയാണെങ്കിൽ അതിലൊരു അതിൻ്റെ ഒരു ഫൈനൽ ആക്ടിലേക്കുള്ള ഒരു ലോങ് പരിപാടിയായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് പറയുന്ന സംഗതി അത് നിങ്ങളത് പ്രത്യേകമായിട്ട് മനഃപൂർവ്വം തന്നെ അങ്ങനെ തന്നെ ചെയ്തതാണ്. ഇവൻ ഇത് ഇവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്നാൽ കൊറിയോ സെറ്റ് ചെയ്തത് സമീറാണ്. മറ്റേ പുള്ളി സെക്യൂരിറ്റി ആയിട്ടുള്ള ഫൈറ്റ് ലിഫ്റ്റിലാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത് ഓർഗാനിക്കായിട്ട് വന്നതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബസ്സിൽ ഉള്ളതും ഈ പറയുന്ന രീതിയിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച ഒരു ജോസ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഓർഗാനിക് ഇതിൽ പുള്ളി ഒരു സിറ്റിയിലൂടെ ഓടുന്ന ആളെ എങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അയാളിൽ നിന്ന് കാശ് തട്ടാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതൊരു ഹിഡൻ ആയിട്ട് ചെയ്യുകയും വേണം. ഔട്ട് ഇൻ ദ ലൈറ്റാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്കൂൾ ബസ് പുള്ളി ഒപ്പിച്ചിട്ട് അതിൽ അങ്ങനെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പം കെട്ടിയോളാണെങ്കിലും റൊഷാക്കിലാണെങ്കിലും ഇവർ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ ഇത്രയും നാട്ടിലേക്ക് പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ച് അകത്താണ് എന്ന് പറയുന്നത്. പുറത്താണെന്ന് വെച്ചാൽ പുറത്താണ്, എന്നാൽ ഈ പറഞ്ഞ പരിമിതമായ മനുഷ്യരുള്ള ഒരു സ്ഥലത്താണല്ലോ നിൽക്കുന്നത്. ഇത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാമെന്നുള്ള മിനിമം ക്രൗഡുള്ള ഒരു ബാങ്കിനകത്തുനിന്ന് തുടങ്ങിയിട്ട് മിനിമം നമ്പേഴ്സ് ഉള്ളിടത്ത് ആ ക്രൗഡ് നമ്പേഴ്സ് തന്നെ കൂടുന്ന രീതിയിലേക്കാണല്ലോ അതിന് ക്ലൈമാക്സ് പോകുന്നത്. ഒരു സോഷ്യൽ കമൻറ്ററി നിങ്ങൾ അതിൻ്റെ ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നത് പറയുന്നത് എത്രത്തോളം ക്രൗഡ് വരാവുന്ന അത്രത്തോളം ക്രൗഡിലേക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളം ടാസ്ക് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ട് ഏരിയാസ്? നല്ല ടാസ്ക് ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്താണ് ഈ പറയുന്ന എക്സ്റ്റീരിയർ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ പെർമിഷൻസ് കിട്ടാൻ പാടാണ്. മന്ത്രിമാരും ഇവരൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് ഇത് പുറത്ത് പോകാതെ നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കണം. പിന്നെ ഇത്രയും ക്രൗഡിനെ നമ്മൾ മാനേജ് ചെയ്യണം. എല്ലാവരും നമ്മൾ പറയുന്ന പോലെ ചെയ്യണമെന്നില്ല. പുറത്തുള്ള പോലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിക്കുമ്പോൾ ആർട്ടിസ്റ്റുകളല്ല വരുന്നത്, ആളെ തേക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ ഇവരെ ഗൈഡ് ചെയ്യുന്നത് വളരെ പ്രശ്നമാണ്. നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലും കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിനയങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻവോൾവ്മെൻറ്റോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, സ്ക്രിപ്റ്റിലും ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി നമുക്ക് വെച്ചാൽ വിയേർഡാണ് എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് പലതും ചെയ്യാൻ പറ്റാതെ പോയത്. ക്രൗഡ് ബേസിക്കലി ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ രാജീവൻ റോട്ടിലൂടെ ഓടുമ്പോഴും ഇതുവഴി കോളേജിലൂടെ പോകുമ്പോഴൊക്കെ ഈ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും മൊബൈൽ പിടിച്ച് വരുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച മെറ്റഫർ എന്ന് പറയുന്നത് ഈ പറയുന്ന നിർവികാരമായിട്ടുള്ള എന്തിനേയും മൊബൈൽ ഫോണിലൂടെ ഷൂട്ട് ചെയ്ത് കാണാൻ മാത്രം നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്രൗഡിനെയാണ് നമ്മളവിടെ കാണിച്ചത്.
പിന്നെ എല്ലാം കണ്ടു നിൽക്കുന്നതായിട്ടുള്ള കുറച്ച് പേര് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് മാത്രം ഇൻവോൾവ് ആവുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള പല ക്ലാസ് ഓഫ് ക്രൗഡിനെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലത് ലാൻഡായി, ചിലത് ലാൻഡായില്ല. ഈ മീഡിയ സോഷ്യൽ ഇപ്പം എനിക്ക് തോന്നുന്നത് റൊഷാക്കിൽ അങ്ങനെ സൊസൈറ്റിയെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആണ് അതിൻ്റെ റിവഞ്ച് ഫാക്ടറൊക്കെ. ഒരാളുടെ എന്താ ഒരു വ്യക്തിപരമായ നഷ്ടത്തിൽ ഊന്നിയിട്ടുള്ള റിവഞ്ച് എലമെൻറ്റിലേക്കാണല്ലോ പോയത്. ഇതിൽ ഭയങ്കര ഒരു സോഷ്യൽ കമൻട്രി, സോഷ്യൽ മീഡിയ, യൂട്യൂബേഴ്സ്, മീഡിയയുടെ വോയറിസം ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്, അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 50 പടങ്ങൾക്കുള്ള വിഷയം ഈ ക്രിറ്റിസിസം ഫാക്ടറിൽ എടുത്തിട്ടുണ്ടല്ലോ. അതായത് ശരിക്കും കൈൻഡ് ഓഫ് ഓവർലോഡഡ് ആയിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അത് ശരിക്കും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല, നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് ലാൻഡ് ആയതാണ്. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്കും തോന്നി. അത് എക്സ്പ്ലോർ ചെയ്താൽ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് തോന്നി. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഡിസൈനിൽ തന്നെ ഈ പടത്തിലെ വില്ലന്മാരൊക്കെ ഫേസ്ലെസ് ആണ്, ഐഡൻറ്റിറ്റി ഇല്ല, നിസാം പറഞ്ഞ പോലെ ഇമോഷൻ ഇല്ല, ക്രൗഡാണ്. സൊസൈറ്റി എന്ന് പറയാം, എന്നാൽ അതിൽ ഒരു ലാർജർ ക്രൗഡ് തന്നെയാണ്. എക്സാക്ട്ലി, അതെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു യൂട്യൂബർ വരുവാണെങ്കിൽ അതൊരു മെറ്റഫറാണ്. നമ്മളിപ്പം മീഡിയ ഹൗസസിലെ വില്ലന്മാർ നമുക്കില്ല, ഇവർ നിന്നിട്ട് ന്യൂസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നില്ല, എല്ലാം അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മധുബാലന്റെ ക്യാരക്ടർ പറയുന്നത് പോലെ ഒരു പുൽച്ചാടിയെ ഒരു ഫുഡ് ചെയിനില്, എക്സാക്ട്ലി. അപ്പോൾ അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, തവളയ്ക്ക് പുൽച്ചാടിയെ തിന്നേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സൊസൈറ്റി ചെയിനിൻ്റെ ഒരു രൂപം, അതാണ്. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യാൻ ഈ ലെവലപ്പ് ചെയ്യണം. അതായത് പുൽച്ചാടിക്ക് തവളയെയും പാമ്പിനെയും പരുന്തിനെയും തിന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന ഒരു നോബഡിയുടെ റിയലൈസേഷനാണ്. അത് അയാളൊന്ന് ശ്രമിച്ചു നോക്കുന്നു, പക്ഷേ അതിൻ്റെ ടോപ്പിലുള്ള പരുന്ത് അതിൻ്റെ മുകളിലേക്ക് പോകാൻ അയാളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇനിഷ്യൽ ഡിസൈനിലേ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ആക്ഷൻ പടം ചെയ്യണം അല്ലെങ്കിൽ ഒരു ത്രില്ലർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു റോബറി തുടങ്ങാമെന്ന് വെച്ചിട്ട് നമ്മുടെ സിനിമ തുടങ്ങുന്നത് റോബറി കഴിഞ്ഞിട്ടാണ്. റോബറി കഴിഞ്ഞ് തുടങ്ങി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഓർഗാനിക്കായിട്ട് എത്തിയതാണ്. അപ്പം ഇതുവരെ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ റോഷാക്ക് മിനിമൽ ക്യാരക്ടേഴ്സിൽ മാത്രം നിൽക്കുന്ന ഒരു സിനിമ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ജിയോഗ്രഫി വൈസും ഇതെല്ലാം സ്ലീവാച്ചനാണെങ്കിലും അതിന് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അതെ, നാട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇത് നാട് മൊത്തം നിങ്ങളുടെ ഒരു അല്ലേ ഒരു മെറ്റഫറൈസ്, നിങ്ങളുടെ തലസ്ഥാനാണ്. ഞങ്ങൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഗ്രേ ഷെയ്ഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ്. ഇതിൽ നമ്മൾ സമൂഹത്തിന്റെ ഗ്രേ ഷെയ്ഡാണ് എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് ക്യാരക്ടേഴ്സിന്റെ വഴി. പക്ഷെ അപ്പോഴും രാജീവനിലും ഉണ്ട്. നമ്മളിപ്പം സിനിമയിലാണ് നല്ലവരായ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതും ആപത്ത്. അപ്പം ഓഡിയൻസ് എന്നാലേ അവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നാണ്. ഇച്ചിരി കുഴപ്പക്കാരനായ ഒരാൾക്ക് പ്രശ്നം വന്നാലും ഓഡിയൻസ് നിൽക്കണ്ടേ, കാരണം അയാളുടെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ലല്ലോ. അപ്പം ഈ ഗ്രേ ഷെയ്ഡും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ ക്ലീൻ ആയിട്ടൊരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് തന്നെ തോന്നും ഭയങ്കര സിനിമാറ്റിക് ആയില്ലേ എന്ന്. അപ്പം അതുകൊണ്ടിട്ടാണ്, അതായത് പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും കുറ്റക്കാരൻ പുള്ളിയാണ്, അതിലെപ്പോഴും പുള്ളി ആവണം എന്നില്ല, പക്ഷെ അത് പുള്ളി എടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം പുള്ളി ചിരിക്കാത്തത്. ഇപ്പം പുള്ളി ഈ ക്ലൈമാക്സിലാണല്ലോ ചിരിച്ചത് എന്ന് നമ്മൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റേജിലേ നമ്മൾ അറിയുള്ളൂ. ഇപ്പം റോഷാക്ക് ചെയ്തപ്പം ഒരു 2 ആഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞ് മമ്മൂക്ക പറഞ്ഞിരുന്നു, ഇന്നാണ് എനിക്ക് സംസാരിക്കാൻ ഒരു ഡയലോഗ് തന്നതാണ്. അത് മനഃപൂർവ്വമല്ല, കാരണം ലൂക്ക് സംസാരിക്കുന്ന ആളല്ല, അയാൾ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു പർപ്പസ് വേറെയാണ്. അപ്പം ബേസിക്കലി നമ്മൾ ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്നു. ഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റാർസൊക്കെ അതിൽ ഓക്കെയാണ്. ഞാൻ ഇതിലാണ് സ്ട്രോങ്, അതുകൊണ്ട് എനിക്ക് ഈ സാധനങ്ങൾ എന്നവർ പറയില്ല. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഞാൻ തരും. അല്ല, ഈ ലൂക്കിൻ്റെ ഇതും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം പലപ്പോഴും എഴുതുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ ഒരു ആക്ടർ വരുമല്ലോ, അപ്പം ആക്ടറിന് വേണ്ടിയിട്ടല്ലാതെ ക്യാരക്ടറിന് വേണ്ടി തന്നെയാണോ സമീർ ഇതിൽ? 100% ആണ്. രാജീവൻ ഞാൻ വിട്ടുപോയില്ല, രാജുവിലേക്ക് പോവില്ല, അല്ലെങ്കിൽ ലൂക്കിൽ ഞാൻ മമ്മൂക്കയിലേക്ക് പോവില്ല. ഇല്ല, കാരണം മമ്മൂക്ക കോൺഫ്ലിക്റ്റ് ആർഗ്യുമെന്റോ വരേണ്ടി പോലും വന്നിട്ടില്ല. കാരണം അത് ഇവർ ചെയ്യുമെന്നൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം മമ്മൂക്കയെടുത്ത് നമ്മൾ പിച്ച് ചെയ്ത വേർഷനിൽ നിന്ന് ആ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് ലൂക്ക് അത് ചെയ്യില്ല, അപ്പൊ മമ്മൂക്ക അത് ചെയ്യണ്ട, രാജീവൻ അത് ചെയ്യില്ല, അതുകൊണ്ട് രാജു അത് ചെയ്യണ്ട, അല്ലെങ്കിൽ ലൂക്ക് അത് ചെയ്യും അതുകൊണ്ട് മമ്മൂക്കയും ചെയ്യണം എന്നതുകൊണ്ട്. കാരണം ഒരു പക്ഷേ മമ്മൂക്ക ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ക്യാരക്ടറിൽ കൺവിൻസ്ഡ് ആയാൽ ഇവരൊക്കെ ചെയ്യും, ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇവർ രണ്ടുപേരും ഒരു സമയത്ത് നമ്മളടുത്ത് ചോദിച്ചിട്ടില്ല ഇതിങ്ങനെ ചെയ്യണോ ഇത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്നു. അതിൽ ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും. മേ ബി അവരുടെ ഫാൻസിന് അത് പ്രശ്നം തോന്നിയേക്കാം, പക്ഷെ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. നോബഡിയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഒരു സെക്കൻഡ് കൊളാബറേഷൻ ആയിരുന്നല്ലോ, എന്താണ് ഈ റൈറ്റർ ഡയറക്ടർ നിങ്ങൾ ഒരു ആർഗ്യുമെന്റ് ഫ്രീ കൊളാബറേഷൻ ആണോ റോഷാക്ക് ടു നോബഡി വരുമ്പോൾ?
ആർഗ്യുമെന്റ് ഫ്രീ കൊളാബറേഷൻ എന്ന് പറയുന്ന കൊളാബറേഷൻ ഇല്ല. ഇത് ഇങ്ങനെ തന്നെ ഡെവലപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ ഈ ഐഡിയ മുതൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരത്തിൽ തന്നെയാണ് ഡെവലപ്പ് ആവുന്നത്. ചില ഐഡിയാസ് പറയുമ്പോൾ ഫസ്റ്റ് ഇത് പറയുമ്പോൾ തന്നെ സീനിൻ്റെ ഇത് കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നാവും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലെ മീര രാജീവൻ റിലേഷൻഷിപ്പ്, അത് ചില ഐഡിയാസ് അതാണ്. ആ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ആ പറഞ്ഞ അവസ്ഥയിൽ തന്നെയായിരിക്കും നമ്മൾ പടം ഇറങ്ങുമ്പോഴും, കാരണം അങ്ങനെ കൺവിൻസ്ഡ് ആയിരിക്കും. ഇപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് സെൻട്രൽ ക്യാരക്ടറിന് അധികം ഡയലോഗ് കൊടുക്കും, എഴുതില്ല. രണ്ടുപേരും ആ കാര്യത്തിൽ എല്ലാം അനുഭവിക്കുന്ന ആൾക്കാരാണ്. നോബഡിയുടെ കാര്യത്തിൽ ആക്ച്വലി സെക്കൻഡ് ഹാഫ് തന്നെ നമുക്കൊരു 4 സെക്കൻഡ് ഹാഫ് ഉണ്ടായിരുന്നു. അതെ, ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്നുള്ള ഇതിലാണോ? ഇല്ല, ഇത് ഫൈനൽ ഡ്രാഫ്റ്റിലേക്കുള്ള വേറെ വേർഷൻസ് തന്നെ ഉണ്ടായിരുന്നു. വേറെ വേർഷൻസ് തന്നെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിന്. വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 4 വേറെ ക്യാരക്ടേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. വേറെ വഴിക്ക് പോകുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കാലം പഴകുന്തോറും നമ്മൾ അതിനെ പുതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വന്ന് പിന്നെ വേരിയസ് റീസൺസ് കൊണ്ടിട്ട് നമ്മളതിനെ പുതുക്കി വന്നപ്പോൾ ഉള്ളതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ക്ലീഷയായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മകളോടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾക്ക് ആദ്യ കാഴ്ചയിൽ ആവശ്യമാണ്. പക്ഷേ നമുക്ക് ആ ഒരു പ്രീ ഇൻ്റർവെൽ മൊമെൻറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് മനസ്സിലാകുന്നത്. അവിടെ ഒരു മിനിമലിസാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്, ആ റിവീലിംഗ് പാർട്ട് എന്നുള്ളത്. മണി റിവീലിംഗ് സീൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ക്ലീഷേ വെച്ചിട്ട് ഒരു ട്വിസ്റ്റ് ബ്രേക്ക് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അതൊരു അപ്രോച്ച് ആണല്ലോ അത് ഇത് തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായുള്ളൂ. എനിക്ക് ആ സീൻ്റെ അകത്തേക്ക് വേറൊന്നും വർക്ക് ചെയ്യേണ്ടതായിട്ട് എനിക്ക് ഒരു നീഡ് വന്നില്ല. ഫസ്റ്റ് എങ്ങനെയാണോ ഇവൻ ആ സീൻ എഴുതിയിരുന്നത് അതേപോലെ തന്നെയാണ് അതിൽ ഇരിക്കുന്നത്. അത് ആ സീനിനോട് കൂറ് പുലർത്തുന്ന രീതിയിൽ അതിനെ ഒന്ന് ആർട്ടിസ്റ്റുകളെ ഗൈഡ് ചെയ്യുകയും ഷോട്ട് മേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ജോലി മാത്രമാണ് ഞാൻ എടുത്തത്. അത് നന്നായി വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിനേശ്, ഇതിൽ ഈ പറഞ്ഞ വായിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആവുന്നതും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ളതുമായിട്ടുള്ളൊരു ഏരിയ എവിടെയായിരുന്നു? Actually, Nizam is a taskmaster. Every day he'll put something. நம்மளுக்கு அது நைட்டு ஃபுல்லாக இது எப்படி எடுக்க போகிறோங்கிறது இருக்கும். அது எல்லா சீன்ஸ்லையுமே இருக்கும். அண்ட் அதுதான் எக்ஸைட்டும் பண்ணும். ஸோ எனக்கு என்னென்னா ஐ ஷுட் கன்வின்ஸ். நான் சும்மா இது ஓகே அப்படின்னு சொல்ல முடியும். அவரு கன்வின்ஸ் ஆகணும். அந்த ஷார்ட் இஸ் ஹாப்பி. அதுதான் எனக்கு இதில் நான் வச்சுக்கிட்ட ஒரு இது. ஏன்னா என்னோட ட்ரஸ்ட் கம்ப்ளீட்டாக இருக்கும். சமீர்கிட்டையும் சரி, நிசாம், ஐ ட்ரஸ்ட் 100%. அதே மியூச்சுவல் ட்ரஸ்ட் அவங்ககிட்டையும் இருக்கும். ஸோ எவ்ரி சீன் நீங்கள் எல்லா சீன்லையும் ரொம்ப ஈஸியாக கடந்து போகிற விஷயமும் கூட எங்களுக்கு டஃப்பாக இருக்கும். லைக் ஒரு பெரிஸ்கோப் ஷாட் ஒன்று யூஸ் பண்ணியிருப்போம். அதுக்கே ஒரு ப்ரிப்ரேஷன் இருக்கும். சொல்லிட்டாரு ஷார்ட்டை, அது எப்படி வித்தின பட்ஜெட்லேயும் வித்தின டைம்லேயுமே அது கொண்டு வரணும் அப்படிங்கிறது இருக்கும். அந்த மாதிரி சின்னதாக சோர்ஸ் பண்ணுவோம். அது யோசிக்கும் போது எல்லா சீன்ஸ்லையுமே சில டஃப் பார்ட் இருக்கும். அதுதான் எக்ஸைட்டும் பண்ணும். ஸோ எனக்கு கரெக்டாக மேபி அந்த ரீக்ரியேஷன் சீன் கொஞ்சம் ஐடியா கிராக் ஆகிறதுக்கு நிறைய டைம் எடுத்துக்கிச்சு. வேறு எனக்கு தெரியல. மீதி எல்லாமே எல்லாத்துலேயுமே இருக்கும் அந்த ഹേർഡൽസ്. அதுதான் இதில் എക്സൈറ്റ് பண்ணுற പോയിന്റും அப்படின்னு நினைக்கிறேன். വെനസ്ഡേയുടെയൊക്കെ ഒരു ഇതിൽ വരുന്ന ഒരു ഫിനാലെ ഇതുപോലെ അവിടെ സിസ്റ്റം വേഴ്സസ് കോമൺ മാൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സിസ്റ്റം, സൊസൈറ്റി, കോമൺ, അങ്ങനൊരു ട്രയാങ്കിൾ സ്വഭാവത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറേ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ, ഒരു സിസ്റ്റവും കോമൺ മാനും വരുന്നത്. അതിൽ സൊസൈറ്റിയെ ഈ രീതിയിലേക്ക് തുടക്കം മുതലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള പ്ലാൻ, അത് കമേഴ്സ്യൽ പെർസ്പെക്റ്റീവിൽ എത്രത്തോളം വലിയ റിസ്ക് ആണ്, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണല്ലോ കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ അത് വലിയ റിസ്ക് ആണ്. കാരണം ഇപ്പോൾ വെനസ്ഡേ എടുത്താൽ നമ്മൾ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യും. കാരണം അയാൾ ഭയങ്കര, അതായത് അയാളുടെ മേ ബി ഒരു 70 വയസ്സ് വരെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചിട്ട് ഒരു ക്രൈമും ചെയ്യാത്ത ഒരാൾ പ്രതികരിക്കേണ്ടി വരുന്നു. നമ്മുടെ നായകൻ അതല്ല. പുള്ളി ഇതിനകത്തൊരു ഒരു സബ് ക്യാരക്ടർ വഴിയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ വഴിയെ പോകുന്ന ഏണി പോലും കയറി പിടിക്കുന്ന ആളാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. മേ ബി അയാളുടെ ഫാമിലിക്ക് അകത്ത് മാത്രമാണ് നമ്മുടെ കറണ്ട് ടൈം ലൈനിൽ അയാൾ സൈലൻറ്റ്. കാരണം അയാളുടെ അവിടുത്തെ ഒരു കത്തിക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ കത്തിച്ചാൽ ഫാമിലി കയ്യിൽ നിന്ന് പോകും എന്നറിയാവുന്ന, അവിടെ എല്ലാം സഹിക്കുന്ന ഒരാൾ പുറത്തിറങ്ങുമ്പം
അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളിലേക്ക് നമ്മൾ ബേസിക്കലി നമ്മൾ സൊസൈറ്റിയെ കൊണ്ടുവരുമ്പോൾ അത് സിസ്റ്റം നമ്മൾ ആൾക്കാർ എൻജോയ് ചെയ്യും. കാരണം സിസ്റ്റം വില്ലനായിട്ട് കാണുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. സൊസൈറ്റി വരുമ്പം അതിൽ ഭയങ്കരമായിട്ട് റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം മീഡിയ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്നു, വഴിയെ പോകുന്നൊരു ഓട്ടോക്കാരനെ ഇതാക്കുന്നു. അപ്പം ഇവരെ ഒന്നും വില്ലന്മാരാക്കിയില്ല, ഇവരൊക്കെ അതൊന്നും പൊളിയാണല്ലോ. വില്ലൻ, നായകൻ, വില്ലൻ, ഈ സിസ്റ്റം വേഴ്സസ് കോമൺ മാൻ ഇവർ രണ്ടുപേരല്ലേ ആവശ്യമുള്ളൂ. ഒരു ലെയർ കൂടി വരികയാണല്ലോ. ഇവരിപ്പം ഫീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ കൺസ്യൂം ചെയ്യുന്നതിൽ നിന്നും ഇവർ റിയാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഇവരിൽ ആരെയും വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്തില്ല, ഇവർ റിയാക്ട് ചെയ്യുന്നു. പക്ഷെ ആ റിയാക്ഷൻ ഇയാൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര റിസ്ക് ആയിരുന്നു അത്. എന്നിട്ടും ഈ ഒരു സബ്ജക്റ്റിലേ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി ഇനിയുള്ളതിലൊന്നും അത് പറ്റില്ല, എന്നാൽ പിന്നെ അത് പിടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിൽ തന്നെ ഇറങ്ങിയതാണ്. അത് തന്നെ സിനിമക്ക് സംഭവിച്ചു. ഈ റോഷാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ബ്ലെൻഡ് ആവുന്ന വിധത്തിലാണ് സോങ്. ഇത് നമ്മൾ നിങ്ങൾ അവിടെ ഒരു കമേഴ്സ്യൽ എലിവേഷൻ, ഒരു ആന്തം പോലെയാണ് സോങ്, ഒരു ആന്തം പോലെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിനൊപ്പം തന്നെ അത് ഹിന്ദി സോങ്സ് ആണ് ഇവിടെ പ്രിഫർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ എന്ത് കോൺഷ്യസ് ഡെസിഷനാണ് അതൊക്കെ. അത് വളരെ കോൺഷ്യസ് ഡെസിഷനാണ്. അതിന് എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട്. അതെൻ്റെ ട്രേഡ് മാർക്കാണ്, അത് പറയണമെന്നില്ല. ട്രേഡ് മാർക്കാണോ സീക്രട്ട് ആണോ? ഇതിൻ്റെ ഒരു ഫൈനൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങളെപ്പോഴും പറയില്ലേ, ഒരു നോർമൽ ടിപ്പിക്കൽ കമേഴ്സ്യൽ മൂവിക്ക് പുറത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസ്ക്കും ബെയർ ചെയ്യണം എന്നുള്ളൊരു സിനാരിയോ ഉണ്ടല്ലോ. റൈറ്റർ ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുമല്ലോ, ഇപ്പം ഒരു സിംഗിൾ ഒപ്പീനിയൻ വരാം. ഇത് ഇവിടെ ഒരു മിക്സഡ് ഒപ്പീനിയൻ ഫാക്ടറാണല്ലോ. നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആളുകൾ ആക്ച്വലി ഫുട്ബോൾ കളി കാണുന്നതിനിടയിലാണ് നോബഡിക്കും പോകേണ്ടത്. അല്ല, ഇത് എല്ലാത്തിനെയും സ്വീകരിക്കും, എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ഇത് ഇപ്പം നമ്മൾ എല്ലാം അറിയുന്ന ആൾക്കാരല്ലല്ലോ. ഞാൻ ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു ലേണിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്, ഹൗ പീപ്പിൾ ടേക്ക് യുവർ സ്റ്റഫ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന പോസിറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ നെഗറ്റീവ് റിവ്യൂസിലാണെങ്കിലും പോസിറ്റീവ് റിവ്യൂസിലാണെങ്കിലും ഇതെന്തുകൊണ്ട് വർക്കൗട്ടായി, ഇതെന്തുകൊണ്ട് വർക്കൗട്ടായില്ല എന്നുള്ള ഇതിലേക്ക് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, നമ്മുടെ പ്രോസസ്സിലേക്ക് തിരിച്ചു പോകും. ഇതെവിടെയാണ് നമുക്ക് പാളിയത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് വർക്കൗട്ട് ആയത് എന്നുള്ള പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ പഠിക്കും. എന്നിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കും അടുത്തത് ചെയ്യുമ്പോൾ. അല്ല, നമ്മളിപ്പം എന്തെങ്കിലും അൺകൺവെൻഷണലായിട്ട് പറയാമെന്ന് തീരുമാനിച്ചാൽ തന്നെ അവിടെ റിസ്ക് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ടോട്ടൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല. രണ്ടിലൊരു കോള് നമ്മൾ ഒരു കോൾ എടുക്കണം. അപ്പോൾ ഇതിലും അതെ, റോഷാക്കിലും അതെ, രണ്ടിലും നമ്മൾ ആ കോളാണ് എടുത്തത്. കാരണം ഇപ്പം ഞങ്ങളും സിനിമ കാണുന്നവരാണല്ലോ, അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് എന്നതാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കമ്പാരിസൺ ഫാക്ടർ ഞാനിപ്പോൾ കണ്ടത്, റോഷാക്കുമായിട്ട് കമ്പയർ ചെയ്യും. ഇതുണ്ടല്ലോ, നിങ്ങൾ ചെയ്തു വെച്ചതുപോലും നിങ്ങൾക്ക് വിനയാവുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, റോഷാക്കിന്റെ ലെങ്ത്, ഇതിന്റെ ലെങ്ത്. റോഷാക്കിന്റെ വില്ലൻ അയാൾ ഒരു ദിശക്കുള്ള ഒരു ഫാമിലിക്കെതിരെ തന്നെ ഇത് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സിനിമ നിങ്ങൾ തന്നെ അത് റിപ്പീറ്റ് ചെയ്യണം. അതൊരു പൾപ്പ് കൺസിഡറേഷൻ, അതൊരു ബാധ്യതയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും ഇനിയൊരു റോഷാക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല, ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. റോഷാക്ക് കഴിഞ്ഞു. അപ്പം വേറൊരു സിനിമ ചെയ്യുന്നു. പക്ഷെ റോഷാക്ക് തന്നൊരു ധൈര്യമുണ്ട്, കാരണം അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിലാണ് ഇതൊരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യുമ്പോഴും നമ്മുടേതായ സിഗ്നേച്ചർ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചത്. അപ്പം ഈ മിക്സ്ഡ് ഒപ്പീനിയൻസിനെ ഞങ്ങൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യുന്നു, അതിലൊരു പ്രശ്നവുമില്ല. ഇനി നമ്മളൊരു സിനിമ ചെയ്താലും അൺകൺവെൻഷണൽ ആവാൻ തന്നെയാണ് സാധ്യത. അല്ല, അതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുക. ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റിൻ്റെ പുറകെ പോകാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൻ്റെ പുറകെ പോകാനായിട്ട് ഒരിക്കലും അത് എടുക്കില്ല. റിസ്ക് ഫാക്ടറാണ് നമ്മളെ ഡ്രൈവ് ചെയ്യാൻ നോക്കി ഇത് ചെയ്യാം. റിസ്ക് ആണ് ഹൈ. അതിപ്പോൾ കെട്ടുകളിലാണെങ്കിലും സെക്സ് എന്ന് പറയുന്ന മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് അതിനെ ഇതാക്കിയത്. ഇതിൽ മരിച്ച ആളോടുള്ള പ്രതികാരം, ഇതിൽ ഈ പറയുന്ന നമ്മുടെ ഈ രാജീവൻ എന്ന് പറയുന്ന വ്യക്തിയും രാജീവൻ്റെ ഫാമിലി, രാജീവൻ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഇത്. അപ്പം ആ സമൂഹം അതിനെ എങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊളാബി ചെയ്യും എന്നുള്ളൊരു റിസ്ക് ഫാക്ടറുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള റിസ്ക് ഫാക്ടറുണ്ട്. ഇതാണ് ശ്രമിച്ചത്, ജോണർ ടു ജോണർ ഷിഫ്റ്റിങ് വിത്തിൻ എ മൂവി.